ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ആമിക്കുട്ടി മീൻസ് എൻ്റെ മോളുടെയും എൻ്റെയും ഒരു ഔട്ട്ഫിറ്റിൻ്റെ വീഡിയോ ആണ്. കൊച്ചിന് ബർത്ത്ഡേക്ക് വേണ്ടി സ്റ്റിച്ച് ചെയ്ത ഫ്രോക്കാണ്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പം നമ്മളിന്ന് യൂസ് ചെയ്യുന്നത് ആങ്കറിൻ്റെ ത്രെഡുകളാണ്. സിൽക്ക് ത്രെഡുകളാണ് സാധാരണയായിട്ട് ഹാൻഡ് വർക്ക് ചെയ്യുമ്പോൾ ഷോപ്സിലും എല്ലാം യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ ആങ്കറിൻ്റെ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. ഇത് വെച്ച് ചെയ്തിട്ട് നമുക്ക് ഫിനിഷിങ് കിട്ടുന്നുണ്ട്. ഞാൻ ഷോപ്പിൽ ഫാഷൻ ഡിസൈനറായിട്ട് നിന്നിരുന്ന സമയത്ത് സിൽക്ക് ത്രെഡ്സും ആണ് കൂടുതൽ യൂസ് ചെയ്തത് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ സാധാരണ വീടുകളിൽ ചെയ്യുന്ന എല്ലാവർക്കും ഇതായിരിക്കും നല്ലത്. അപ്പം ഞാൻ യോക്കിൻ്റെ പോർഷൻ ഫുൾ നെറ്റാണ്, ബേബി നെറ്റ് വിചാരിച്ചാണ് ഫ്രോക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ യോക്കിൻ്റെ പോർഷൻ മാത്രം നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്യുവാണ്. അപ്പം യോക്കിൻ്റെ താഴ്വശത്ത് നിന്ന് മുകളിലോട്ട് ഇങ്ങനെ പൂക്കളുടെ ഒരു പൂന്തോട്ടം പോലെ ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്ന ഒരു വർക്കാണ്. അപ്പം നമ്മളത് നൂല് വെച്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് തുടങ്ങിയാണ് വർക്ക് ചെയ്യുന്നത്. ഈ ത്രെഡുകളാണ് ഞാൻ യൂസ് ചെയ്തത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ലേസി ഡേസിയുടെ ഒരു ഫ്ലവറും ഫ്രഞ്ച് നോട്ട്സും ബുള്ളിയൻ റോസും ഒക്കെയാണ് ഇപ്പോൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ കാണിക്കുന്ന ആ ഏരിയ വരെ വർക്ക് വരും. ബാക്കി ഓരോ പ്രോസസ്സും അതിനനുസരിച്ച് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ സ്റ്റേജ് ഇങ്ങനെയാണ്. പിന്നെ ഞാൻ കുറച്ച് നേരം തുന്നുന്ന വീഡിയോയും കൂടി ആഡ് ചെയ്യാം എന്നുള്ള രീതിക്കാണ് ചെയ്തത്. ഇത് നമുക്ക് ഒരു 1 വീക്കോളം ഞാൻ ഇതിൻ്റെ പിന്നാലെ തന്നെ ഹാൻഡ് വർക്കിന് വേണ്ടി ഇരുന്നു. കാരണം ഞാൻ ഗ്യാപ്പിട്ടായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് ഫുൾ ടൈം ഇരുന്ന് വർക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം സ്റ്റിച്ചിങ്ങും ഉണ്ടായിരുന്നു, നമുക്ക് പുറത്തുനിന്നുള്ള സ്റ്റിച്ചിങ്ങും ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഉച്ച കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ചിങ്ങിന് ഇരിക്കാനായിട്ട് മിക്കവാറും സാധിക്കാറുള്ളൂ. അപ്പോൾ അതനുസരിച്ചാണ് ചെയ്ത് തീർത്തത്. ഇങ്ങനെ താഴത്തെ പോർഷൻസിൽ ഫുൾ ഫ്ലവർ വന്നിട്ട് മുകളിലോട്ട് ലീഫ് കയറി പോകുന്ന രീതിയിൽ ഒരു പൂന്തോട്ടത്തിൽ എങ്ങനെയാണോ നമ്മളിങ്ങനെ ഒറ്റയടിക്ക് കാണുമ്പോൾ എങ്ങനെയാണ് ആ രീതിയിലാണ് ചെയ്തത്. അപ്പോൾ ഒരു യോക്കിൻ്റെ ഒരു സൈഡ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് മറ്റേ സൈഡിലും നമുക്ക് വരും. ഞാനിതിൽ കുറേ ട്രൈ ചെയ്തിട്ടാണ് ഇത്രയും ഇതാക്കിയത്. കാരണം നെറ്റ് ആയതുകൊണ്ട്, നമ്മുടെ വലിയ ഫ്രെയിം അല്ലല്ലോ, ചെറിയ ഫ്രെയിം ആയതുകൊണ്ട് വലിച്ചെടുക്കാനും പാടായിരുന്നു. അപ്പം ഞാൻ ഇതാണ് ഫിനിഷ് ചെയ്തിട്ടുള്ള ബാക്കി യോക്കിൻ്റെ പോർഷൻ. 1 വീക്കിൽ കൂടുതൽ ഞാൻ ഇരുന്ന് ഇത്. അപ്പോൾ നമ്മൾ ആ യെല്ലോ ത്രെഡ് പോയേക്കുന്ന ആ പോർഷനൊക്കെ അടിച്ചു പോവും. എന്നിട്ട് സ്ലീവ്സിൻ്റെ അവിടെ നമ്മൾ ലൂപ്പ് പോലെയാണ് കൊടുത്തത്. 2 ലൂപ്പ് ഞാൻ ആഡ് ചെയ്തു. പിന്നെ പ്ലീറ്റഡ് ആണ് യോക്കിൻ്റെ നമ്മൾ സ്കേർട്ടിന് പോർഷൻ കൊടുത്തത്. ഇത് കട്ടിങ്ങിൻ്റെ വീഡിയോ ആണ്. പിന്നെ ഒരു പർപ്പിൾ കളർ ഫ്രോക്കാണ്. അത് തന്നെയായിരുന്നു ഞാനും സ്റ്റിച്ച് ചെയ്ത മോഡൽ. ഞാനൊരു പിൻട്രസ്റ്റിൽ നിന്ന് റെഫറൻസ് എടുത്തിട്ടാണ് ഈ ഫ്രോക്ക് ചെയ്തത്. ഞാനൊരു 6.5 മീറ്റർ എങ്കിലും തുണിക്ക് ഫ്രോക്കിന് വേണ്ടി നമ്മൾ എടുത്തിട്ടുണ്ട്. സ്ലീവ്സ് ഒരു എലാസ്റ്റിക് വരുന്ന രീതിയിലാണ്, സെപ്പറേറ്റ് ആണ്. എന്നിട്ട് യോക്ക് നമ്മുടെ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് യോക്കിൻ്റെ സൈഡിൽ നമ്മൾ വെച്ച് പിടിപ്പിക്കുകയാണ് സ്ലീവ്സ് ചെയ്തത്. ഞാൻ ആമിക്കുട്ടൻ്റെ ഒരു റീസെൻ്റായിട്ട് തയ്ച്ച ഒരു ക്രോപ്പ് ടോപ്പിൻ്റെ അളവെടുത്തിട്ടാണ് നേരെ എടുക്കുക. നമ്മുടെ പിള്ളേരായതുകൊണ്ട് അത്ര കാര്യമായ രീതിയിൽ നമ്മൾ എടുത്തു വെക്കാറില്ല. ഇടയ്ക്കിടയ്ക്ക് എടുത്തു വെക്കും. കാരണം വണ്ണത്തിനൊന്നും പ്രത്യേകത വരുന്നില്ല, നീളത്തിൽ മാത്രമേ ഒരു പ്രത്യേകത മാറ്റങ്ങൾ സംഭവിക്കാറുള്ളൂ. അങ്ങനെ അത് അളവെടുത്തിട്ടാണ് ഞാൻ നേരെ സ്റ്റിച്ച് ചെയ്തത്. മുട്ടിൻ്റെ താഴെ വരുന്ന ഫുൾ ലെങ്ത് അല്ല, മുട്ടിന് താഴെ വരുന്ന രീതിയിലാണ് സ്റ്റിച്ച് ചെയ്ത് എടുത്തത്. എല്ലാ തവണയും ഞാൻ തന്നെയാണ് ആമിക്കുട്ടന് ഫ്രോക്ക് തയ്ക്കാറ്. ഫസ്റ്റ് ബർത്ത്ഡേക്ക് മാത്രമേ ഞങ്ങൾ കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ളൂ. അത് കോട്ടയം ശീമാട്ടിയിൽ നിന്ന് പോയാണ് ഫ്രോക്ക് എടുത്തത്. ഒരെണ്ണം ഞാൻ പുറത്ത് ചെയ്യിപ്പിക്കുമായിരുന്നു, ഹാൻഡ് വർക്ക് സ്റ്റിച്ചിങ് ചെയ്യിപ്പിച്ചിട്ട് അത് ഫ്ലോപ്പായി. ഞങ്ങൾ എന്നിട്ട് വേറെ ഉടുപ്പ് എടുക്കേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ബർത്ത്ഡേ മുതൽ ഞാനായിരുന്നു എല്ലാ ഫ്രോക്സും സ്റ്റിച്ച് ചെയ്തത്. എല്ലാം വെറൈറ്റി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഫുൾ ലെങ്ത്ത് ഒട്ടും തയ്ച്ചിട്ടില്ല, എല്ലാം മുട്ട് കഴിഞ്ഞിട്ടുള്ളതേ തയ്ച്ചിട്ടുള്ളൂ. ഒരു യെല്ലോ, സെക്കൻഡ് ബർത്ത്ഡേക്ക് യെല്ലോ, തേർഡ് ബർത്ത്ഡേക്ക് ഈ പേർപ്പിളിൻ്റെ തന്നെ ഒരു റാണി പിങ്ക് ഷെയ്ഡ്, ഫിഫ്ത്ത് ബർത്ത്ഡേക്ക് ഇത് നമ്മളിതാണ് എടുത്തത്. വേറെ ഒരു ബർത്ത്ഡേ കൂടി വരുന്നല്ലോ, സെക്കൻഡ് ബർത്ത്ഡേ, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്.
അതിൻ്റെ ഇടയ്ക്ക് ഒരെണ്ണം കൂടി തയ്ച്ചായിരുന്നു, അത് നോക്കണം, മറന്നുപോയി. അപ്പോൾ നമ്മൾ യോക്ക് വെട്ടിയിട്ട് ബാക്കി എല്ലാ തുണിയും നമ്മൾ താഴത്തോട്ടുള്ള പോർഷനിലോട്ട്, ഫ്രോക്കിൻ്റെ പോർഷനിലോട്ട് നമ്മൾ കൊടുക്കുകയാണ് ചെയ്തത്. പിൻട്രസ്റ്റിൽ നിന്ന് നമുക്ക് നല്ല നല്ല മോഡൽസ് ഇട്ട് നമ്മളത് ട്രൈ ചെയ്യാൻ നോക്കണം, അപ്പോഴേ കസ്റ്റമേഴ്സ് അത് കണ്ട് ഇഷ്ടപ്പെടുകയുള്ളൂ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് യോക്ക് മാറ്റി വെക്കുകയാണ് ഉണ്ടായത്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഇതിൻ്റെ ഇതും എൻ്റെ ഈ ആലിയ കട്ടും കൂടി സ്റ്റിച്ച് ചെയ്തിരുന്നു. അതിൻ്റെ കട്ടിങ്ങും ചെറുതായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫോട്ടോസൊക്കെ എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുത്തേക്കാം, ബാക്കി കട്ടിങ്ങും കൂടി ഇതിനെ ഉൾപ്പെടുത്തിയേക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള കസ്റ്റമൈസേഷനും ഇതിനെല്ലാം കൂടി നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ സൃഷ്ടി ഡിസൈനർ ഹബ്ബ് എന്ന പേരിൽ ഒരു പേജുണ്ട്. മിസ്സിസ് കടിപിടി എന്നുള്ള രീതിക്ക് വേറൊരു ഇൻസ്റ്റാഗ്രാം പേജുണ്ട്, അതിൻ്റെ മെയിൻ അക്കൗണ്ട്. മറ്റേത് ബിസിനസ് അക്കൗണ്ടാണ്, ഏതിൽ വേണമെങ്കിലും മെസ്സേജ് അയക്കാം. ഫേസ്ബുക്കിൽ നമുക്ക് മെസ്സേജ് അയക്കാം, പിന്നെ വാട്സപ്പ് ത്രൂ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയും കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിലുള്ള കസ്റ്റമൈസേഷൻ ഞങ്ങളെ സമീപിക്കാനായിട്ട് പറയുന്നു. അപ്പോൾ ബൈ. Away at the walls and I can barely breathe. This might be my only chance to leave. Let's not miss this opportunity. Leave in with me. You're the king of Carolina. You're the singer. Your band's behind you. Crowds around here, they just talk through you. Nothing's better. ഇതാണ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ. ഞാനൊരു ട്രയലിന് വേണ്ടിയിട്ട് ആമിക്കുട്ടനെ ഇട്ടുപിടിച്ചതാണ്. ഞാൻ ഏത് ഉടുപ്പ് തയ്ച്ചാലും ആമിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അമ്മ തയ്ച്ച് തരുമോ എന്നാ ചോദിക്കുകയുള്ളൂ. തയ്ച്ച് തന്നെ ഇടാതിരിക്കാനൊന്നും പുള്ളിക്കാരിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല. പിന്നെ ഞാൻ എൻ്റെ എ ലൈൻ ആലിയ കട്ട് സ്റ്റിച്ച് ചെയ്യുന്ന കട്ട് ചെയ്യുന്ന വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ ബാക്ക് പീസാണ് നമ്മൾ കട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ അളവ് വരച്ചിട്ട് ആലിയ കട്ടിൻ്റെ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് ഹാൻഡ് വർക്ക് ചെയ്തത്. സമയം ഉണ്ടായിരുന്നില്ല, പടിപടിയായിട്ടാണ് ഹാൻഡ് വർക്ക് ചെയ്ത് ഫിനിഷ് ചെയ്തത്. ഞാനിങ്ങി 2 ഡ്രസ്സിൻ്റെയും വീഡിയോ കാണിക്കാം. ഇത് ആമിക്കുട്ടൻ്റെ ഫ്രോക്ക്. ഇതിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ബർത്ത്ഡേ കഴിഞ്ഞ് 2-3 മാസം കഴിഞ്ഞപ്പോൾ ഓർത്താണ്. അപ്പോൾ ഇപ്പോഴാണ് വീഡിയോ എടുക്കണത്. ഇത് ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ വന്നിട്ട് നേരത്തെ ആമിക്കുട്ടനെ ഇപ്പോൾ ഇത് യോക്കൻ്റെ താഴ്ഭാഗത്ത് ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഇത് ഫില്ല് ചെയ്തിട്ടുള്ളതാണ്. ഈ സ്ലീവ്സ് ഇങ്ങനെയാണ്, അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അറ്റാച്ച് ചെയ്ത് വെച്ചതാണ്. ഈ വീഡിയോ എടുക്കുന്നതിന് ആമിക്കുട്ടനെ ഇതിൽ അടി ഒളിഞ്ഞു വരുന്നുണ്ട്. വാതിലൊക്കെ തുറന്നു വരുന്ന ആമിക്കുട്ടിയാണ്. ഇത് എൻ്റെ ലൈനായിരുന്നു, ആലിയ കട്ട് ലൈനാണ്. അപ്പോൾ യോക്കിൻ്റെ പോർഷൻ ഫുൾ ഞാൻ ഹാൻഡ് വർക്ക് ചെയ്തു. പിന്നെ ഫ്രണ്ടിൽ നല്ലപോലെ പ്ലീറ്റ് ഉള്ളിലോട്ട് തള്ളിയിട്ട് അയൺ ചെയ്ത് വിട്ട് നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ ലഭിച്ചു. അപ്പോൾ ഇത്തരത്തിലുള്ള കസ്റ്റമൈസേഷന് നേരിട്ട് DM ചെയ്യുക.